ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെ വിശ്വസിക്കുന്ന ആളെ ഒരിക്കലും വഞ്ചിക്കരുത്. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ കോട്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കുറച്ച് വിശ്വാസമുള്ളവരായിട്ടിരിക്കുക, സത്യസന്ധരായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമാണല്ലേ? അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും വില നമ്മൾ തിരിച്ചറിയുക, നമ്മളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള എല്ലാവർക്കും നമ്മളൊരു വാല്യുബിൾ പേഴ്സൺ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാക്സിനേഷൻ ഇൻ പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ കൊടുക്കുന്ന വാക്സിനേഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വാക്സിനേഷൻസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് വാക്സിൻസ് ആണ് ഉള്ളത്. ഒന്ന് ലൈവ് വാക്സിൻസ്, 2 ഇനാക്ടിവേറ്റഡ് വാക്സിൻസ്. പ്രഗ്നൻസിയിൽ ലൈവ് വാക്സിൻസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഒരു തരത്തിലുള്ള ലൈവ് വാക്സിൻസ് നമ്മൾ പ്രഗ്നൻസിയിൽ കൊടുക്കാറില്ല. എന്നാൽ ഇനാക്ടിവേറ്റഡ് വാക്സിൻസിൽ പല വാക്സിനുകളും നമ്മൾ പ്രഗ്നൻസിയിൽ ആവശ്യകത അനുസരിച്ച് കൊടുക്കാറുണ്ട്. നമ്മൾ യൂഷ്വലി എടുക്കുന്ന ഒരു വാക്സിൻ എന്താണ്? ടിയുടെ 2 ഡോസ് ആണ് നമ്മൾ കൊടുക്കാറ്. ഫസ്റ്റ് ഡോസ് എന്ന് പറയുന്നത് 3 months കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും. സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് 1 മാസം കൂടി കഴിയുമ്പോൾ നമ്മൾ സെക്കൻഡ് ഡോസ് കൊടുക്കും. എന്നാൽ ഇപ്പൊ ഈ സെക്കൻഡ് ഡോസ് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ടിഡാപ്പ് എന്ന് പറഞ്ഞിട്ട് ടെറ്റനസ്, ഡിഫ്തീരിയ, പെട്രോസിസ് എന്ന് പറഞ്ഞിട്ട് ടിഡാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഡിഫ്തീരിയക്കും പെട്രോസിനും കൂടെ വേണ്ടി ചേർത്തിട്ട് അപ്ഡേറ്റഡ് ഫോമിൽ കൊടുക്കും. ഒരു 20 to 34 വീക്സിലാണ് ഈ നമ്മൾ സെക്കൻഡ് ഡോസ് കൊടുക്കുന്നത്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഒരു 2 വീക്സ് ഒക്കെ ആവുമ്പോഴത്തേന് അമ്മയുടെ ശരീരത്തിൽ ഇതിന്റെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് അമ്മ ഇമ്മ്യൂൺ ആവുന്നതിനോടൊപ്പം പ്ലാസന്റ വഴി എന്ത് ചെയ്യും? ഇത് കുഞ്ഞിലേക്ക് എത്തും. കുഞ്ഞിലേക്ക് എത്തിയിട്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു 2 months വരെയൊക്കെ ഈ ആന്റിബോഡീസ് കുഞ്ഞിന്റെ ശരീരത്തിൽ നിൽക്കുകയും കുഞ്ഞിന് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരുന്നതിൽ നിന്ന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അടുത്ത വാക്സിൻ ആണ് ഇൻഫ്ലുവൻസ വാക്സിൻ. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഫ്ലൂസ് ഒക്കെ ഉണ്ട് അല്ലേ? എന്തൊക്കെ ടൈപ്പാന്ന് അറിയില്ല. അപ്പോൾ പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടിരിക്കാൻ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഫ്ലൂ ടൈപ്പ് സിംറ്റംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ കൊടുക്കാറുണ്ട്. ഇപ്പൊ ഹൈ റിസ്ക് ഏരിയയിലൊക്കെ ചുറ്റും ഫ്ലൂ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്, അല്ലെങ്കിൽ ഫ്ലൂ സീസൺ ഒക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യും നിങ്ങൾക്ക് ഫ്ലൂ വാക്സിൻ എടുക്കാമെന്ന്. ഇത് നമുക്ക് ഇന്ന മാസം തന്നെ എടുക്കണമെന്നില്ല. പ്രഗ്നൻസിയുടെ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ഫ്ലൂ വാക്സിൻ എടുക്കാവുന്നതാണ്. ഇത് ഈ പറഞ്ഞ കണക്ക് അമ്മയുടെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യും? കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് എത്തുകയും കുഞ്ഞിനൊരു 2 months 3 months വരെയൊക്കെ പെട്ടെന്ന് വരുന്ന ഫ്ലൂ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് A, B ഒക്കെ ഹൈ റിസ്ക് ഗ്രൂപ്പുകൾ ആണെങ്കിൽ ആവശ്യകത ഉണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻസിയിൽ ഹെപ്പറ്റൈറ്റിസ് A, B വാക്സിൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇനി ടൈഫോയിഡ് ഒക്കെ ഉള്ള ഏരിയയിൽ നിന്ന് വരുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് ടൈഫോയിഡ് വാക്സിൻ എടുക്കാനും അഡ്വൈസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു സമയം ആയതുകൊണ്ട് കോവിഡിന്റെ ഒക്കെ ഹൈ പീക്ക് ആണെങ്കിൽ നമ്മൾ കോവിഡിന്റെ വാക്സിൻസും കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ വാക്സിൻ ആയാലും TT ആയാലും ഹെപ്പറ്റൈറ്റിസ് A, B, ടൈഫോയിഡ് ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, കുഞ്ഞിന് മറ്റ് പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ കോംപ്ലിക്കേഷൻസോ ഉണ്ടാക്കുന്നതായിട്ട് ഇതുവരെയും സ്റ്റഡീസ് ഒന്നും തെളിയിച്ചിട്ടില്ല. ഇതെല്ലാം പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള വാക്സിൻസ് ആണ്. അപ്പോൾ ആവശ്യകതയുണ്ട് ഹൈ റിസ്ക് ഗ്രൂപ്പുകളാണെങ്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ വാക്സിൻസും എടുക്കുക. അമ്മയും കുഞ്ഞും ഇമ്മ്യൂൺ ആയിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.